വെൽക്കം ടു മൈ ചാനൽ അൻസീസ് പാഷൻസ്. നമ്മൾ പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയും പൊറോട്ടയൊക്കെ 2-3 എണ്ണമൊക്കെ ബാക്കി വരാറുണ്ട്. ഇങ്ങനെ ബാക്കി വരുന്ന ചപ്പാത്തിയോ പൊറോട്ടയോ ഒക്കെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇത്തരത്തിൽ ബാക്കി വന്നിട്ടുള്ള പൊറോട്ട കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ചെറുതായിട്ടൊന്ന് നുറുക്കിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റാം. ഇതിവിടെ ഇരിക്കട്ടെ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ചട്ടിപ്പത്തിരിക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 3 പൊറോട്ട എടുത്തിട്ടുണ്ട്. നമുക്കിനി പൊറോട്ടയൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറുതായി അരിഞ്ഞെടുക്കുകയോ അതല്ലെങ്കിൽ ചോപ്പറിലേക്ക് ഇട്ട് ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഞാനിതൊന്ന് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ചോപ്പറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പൊറോട്ട എല്ലാം ചോപ്പറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്യുന്ന സമയത്ത് തീരെ അങ്ങ് പൊടിഞ്ഞു പോകരുത്. കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് തന്നെ വേണം. അതായത് കൊത്തു പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ വലിയ കഷ്ണങ്ങളായിരിക്കും ശ്രദ്ധിക്കുക. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കാം. ശേഷം 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കണം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇതൊരു മീഡിയം മധുരത്തിലുള്ള ചട്ടിപ്പത്തിരിക്ക് ഈ ഒരു അളവിലുള്ള പഞ്ചസാര മതിയാകും. കൂടുതൽ മധുരം വേണ്ടവർക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. മധുരം ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റാകുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ബാറ്ററിലേക്ക് നന്നായി യോജിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ചേർക്കണം. ആദ്യം തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊറോട്ട ഇതിലേക്ക് ചേർക്കാം. ശേഷം 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കുക. 1/2 ടീസ്പൂൺ കരിഞ്ജീരകവും കൂടി ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സിൽ നിന്നും പകുതി ഇതിലേക്ക് ചേർക്കാം. ബാക്കി പകുതി നമുക്ക് അവസാനത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ബാറ്ററിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ എല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഈ സമയം ഒരു ഇരുമ്പ് പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കാം. ചൂടായ ഇരുമ്പ് പാനിന് മുകളിലേക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുക്കാം. ശേഷം ഇതിലേക്കൊരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കിയുള്ള നെയ്യാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. നെയ്യ് നോൺ സ്റ്റിക്ക് പാനിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ഒന്ന് സ്പ്രെഡാക്കാം.
നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബാറ്റർ ഒന്ന് ഒഴിക്കാം. പൊറോട്ട കഷ്ണങ്ങളൊക്കെ ഈ ബാറ്ററിൽ കിടന്ന് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇത് പാനിലേക്ക് ഒഴിക്കാൻ. ശേഷം ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മീതെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും കൂടെ ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരം കുക്ക് ചെയ്യണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചട്ടിപ്പത്തിരിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് ബേക്കായി വരണം. അതിനുവേണ്ടി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ചട്ടിപ്പത്തിരി ഈ ലിഡിനകത്തേക്ക് ഒന്ന് പകർത്തിയെടുക്കുന്നുണ്ട്. ഇനി നോൺ സ്റ്റിക്ക് പാൻ ഈ ലിഡിന് മുകളിലേക്ക് വെച്ച ശേഷം ഒന്ന് കമഴ്ത്തിയെടുത്താൽ കറക്റ്റായിട്ട് ചട്ടിപ്പത്തിരി പാത്രത്തിലേക്ക് വീഴും. ഇനി ഒരു 5 മിനിറ്റ് നേരം ഈ രീതിയിൽ മൂടി വയ്ക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും സ്റ്റൗവിൻ്റെ ചൂടിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ കൂടുതൽ സമയം 5 മിനിറ്റൊക്കെ കൂടുതൽ വേണ്ടി വന്നെന്നിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്യാം. ഒട്ടും കരിയാതെ നല്ല കറക്റ്റായിട്ട് നമ്മുടെ ചട്ടിപ്പത്തിരി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊരൽപ്പം മാറിയ ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അതൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്